പ്രൈസ് ആക്ഷനോ മാർക്കറ്റിൻ്റെ ഒന്നും പഠിക്കാതെ ഇത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. തൊട്ട് മുമ്പുണ്ടാക്കി ഹൈ ബ്രേക്ക് ചെയ്യാൻ ബാങ്കിന് സാധിച്ചു കഴിഞ്ഞാൽ 50 മുതൽ 50 വരെയുള്ള റേഞ്ചുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി പോവും. അപ്പോൾ നമ്മൾ താഴത്തു നിന്നൊക്കെ ബൈ ചെയ്ത ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം, സഞ്ജു ടെക്കിയുടെ കേസാണ്. അദ്ദേഹം ചെയ്യുന്നത് വെറും മറ്റൊരു ഗ്യാമ്പിളിംഗ് മാത്രമാണ്. കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു മാർക്കറ്റിൽ? യുദ്ധത്തിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. എല്ലാവരും മാർക്കറ്റ് ഇപ്പോൾ പൊട്ടു എന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച മാർക്കറ്റ് കിടന്ന് സൈഡ് വൈസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൊട്ടും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന 10 days ഓൾമോസ്റ്റ് സൈഡ് വൈസ് തന്നെ പോയി. ആൻഡ് ദെൻ ശനി ഞായർ യുദ്ധം ഏകദേശം നിർത്തി. തിങ്കളാഴ്ച മാർക്കറ്റ് മുകളിലേക്ക് ബ്ലാസ്റ്റ് ചെയ്തു. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ഇത് മാനിപ്പുലേറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നത്. അല്ല, ആക്ച്വലി മാർക്കറ്റിൽ അതുകൊണ്ടാണല്ലോ മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും പറയുന്നത്, എല്ലാവരും പേടിക്കുന്ന സമയത്ത്, ഫിയർ ആവുന്ന സമയത്ത്, ബ്ലഡ് ബാത്ത് ഉണ്ടാവുന്ന സമയത്ത് വാങ്ങേണ്ട സ്റ്റോക്കുകളൊക്കെ വാങ്ങുക. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ട്രംപ് താരിഫ് പ്രഖ്യാപിച്ച ദിവസം 5% മാർക്കറ്റ് ക്രാഷ് ചെയ്തത്. അത് ക്രാഷ് ചെയ്യുമ്പോൾ നിഫ്റ്റി എവിടെയായിരുന്നു? ഏകദേശം 21,800 റേഞ്ചിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 24,900 എത്തി എന്നുള്ളതാണ്. അതായത് ഓൾമോസ്റ്റ് 25,000 വരെ നിഫ്റ്റി എത്തി എന്നുള്ളതാണ്. 3,500 പോയിന്റിൻ്റെ റിക്കവറിയാണ് നമുക്ക് വിരലിൽ ഉണ്ടാവുന്ന ദിവസം കൊണ്ട്. ഒരു മെയ് 6th ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് വരിക എന്നുള്ളത് അന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ മൊത്തം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുന്ന അല്ല. കടന്നുപോയത് യുദ്ധം അവസാനിപ്പിച്ചത് കൊണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഇത്രയും വലിയൊരു ബുള്ളിഷ്നെസ് മാർക്കറ്റിലോട്ട് വന്നത്. 3%, 3.5% ഒറ്റ സിംഗിൾ ഡേ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി മൂവ്മെന്റ് ആണ്. ആക്ച്വലി യുദ്ധത്തിന്റെ പോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തത് US ചൈനീസ് ട്രേഡ് വാറിലുണ്ടായ സൊല്യൂഷൻസ് ആണ്. ചൈനയാണോ പരാജയപ്പെട്ടത് അതോ അമേരിക്കയാണോ പരാജയപ്പെട്ടത് അതോ രണ്ടാളും കൂടി ഒന്നിച്ച് പരാജയം സമ്മതിക്കുകയായിരുന്നോ എന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല എന്നുള്ളതാണ്. പോസിറ്റീവ് കാര്യം, അമേരിക്കയ്ക്ക് ചൈന 10%, അമേരിക്ക തിരിച്ച് 30%-ത്തിലോട്ട് തിരിച്ചു വന്ന് ഒരു സാധാ ട്രേഡിംഗ് പോലെ, സാധാ കൺട്രീസ് ചെയ്യുന്ന പോലെ മാത്രം സൊല്യൂഷനിലോട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം. IT സെക്ടേഴ്സിലും ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതെ, IT സെക്ടറിൽ വരാനുള്ള കാരണം അമേരിക്കയുടെ ഇഷ്യൂസ് സോൾവ് ആവുന്നു. റിസിഷൻ, ഗോൾഡ്മാൻ സാക്സ് എനിക്ക് തോന്നുന്നു 45% റിസിഷൻ ചാൻസ് പറഞ്ഞ് 35% കുറച്ചു. അതായത് റിസിഷനിന് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇൻഫ്ലേഷൻ, ഇന്നലെ വന്ന ഇൻഫ്ലേഷൻ റേറ്റ് അതും പോസിറ്റീവാണ്. ഇൻഫ്ലേഷൻ കുറയുന്നു. ഇന്ത്യയിലാണെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ റേറ്റാണ്. അതായത് റിപ്പോ റേറ്റ്സ് ഇനിയും കുറയ്ക്കും. ആര്? റിസർവ് ബാങ്ക് മാത്രമല്ല, ഫെഡ് റിസർവ് എന്ത് ചെയ്യും? റിപ്പോ റേറ്റ്സ് കുറയ്ക്കും എന്നുള്ളത് വളരെ പോസിറ്റീവ് കാര്യമാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചോളം വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ നമ്മൾ താഴത്തു നിന്നൊക്കെ ബൈ ചെയ്ത ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ സ്കെയിലിൻ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് ഈ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,500 റേഞ്ചിൻ്റെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യാനാണ് സാധിക്കുന്നുണ്ട് എങ്കിൽ മിഡ് ക്യാപ്പുകളിൽ പോലും എനിക്ക് തോന്നുന്നു കൂടുതൽ സ്കെയിലിൻ ചെയ്യാൻ സാധിക്കും. IT സെക്ടറിൻ്റെയൊക്കെ റിക്കവറി ഇന്നുകൂടി 1.5% തിരിച്ചു കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 7%-ഒക്കെയാണ് IT തിരിച്ചു കയറിയത്. ഒരു രക്ഷയില്ലാതെ IT ഇൻഡെക്സിൻ്റെ മേജർ റെസിസ്റ്റൻസിലോട്ട് V-ഷേപ്പ് റിക്കവറി ആണ് IT നടത്തിയിരിക്കുന്നത്. അത് എക്സ്ട്രാ ഓർഡിനറി ആണ് എന്ന് നമുക്ക് പറയേണ്ടത്. കഴിഞ്ഞ പോഡ്കാസ്റ്റിന് പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു ബെയറിഷ്നെസ്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള ചങ്കൂറ്റം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ സമ്മതിച്ചത്. സോ ആ ചങ്കൂറ്റം കാണിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ ഇത്ര പെട്ടെന്നുള്ള റിക്കവറി ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ യുദ്ധം അവസാനിച്ചു, ഓക്കെ ഫൈൻ. പക്ഷേ മൺഡേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വിത്ത് ഹ്യൂജ് റാലി എന്നുള്ള ഈ 2 പോസിറ്റിവിറ്റി കൂടാതെ മറ്റൊരു പോസിറ്റിവിറ്റി കൂടി മാർക്കറ്റിലുണ്ടായിരുന്നു. 2-3 വർഷമായിട്ട് നിലനിൽക്കുന്ന റഷ്യ-ഉക്രൈൻ വാറിൻ്റെ അകത്തുള്ളൊരു സൊല്യൂഷൻ, വെടിനിർത്തൽ പ്രഖ്യാപനം, സെലൻസ്കിയും പുടിനും കൂടി സംസാരിക്കുന്നു. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നല്ലത് വരുമ്പോൾ എല്ലാം നല്ലതും, ചീത്ത വരുമ്പോൾ എല്ലാം ചീത്ത വരും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അത് ആലോചിച്ച് നോക്കൂ, ട്രംപ് താരിഫ് ഇഷ്യൂ അതിങ്ങനെ നടക്കുന്ന സമയത്ത്, അതിൻ്റെ ചർച്ചയ്ക്ക് വൈസ് പ്രസിഡന്റ് വരുന്ന സമയത്ത് പാകിസ്ഥാൻ ബോംബ് പൊട്ടി, പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു, ഇന്ത്യയും പാകിസ്ഥാനും വാറിലോട്ട് പോകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു രക്ഷയില്ലാത്ത 2-3 രാത്രികൾ നമ്മളെല്ലാവരും യുദ്ധത്തിന്റെ വീതിയിലോട്ട് മാറുന്നു. IPL നിർത്തിവെക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് നടന്നത്. തുടങ്ങിയ പിന്നെ അടപടലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ പണികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വോളറ്റൈലിറ്റി 2025 വോളറ്റൈൽ മന്തായിരിക്കും, സൈഡ് വൈസ് മന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആദ്യമേ പറയാം. നമ്മൾ മാത്രമല്ല എല്ലാ അനലിസ്റ്റും
റൈറ്റ്? ഇപ്പൊ ഈ താരിഫിന്റെ ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നോ, യുദ്ധം മാർക്കറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പം ഇത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി മറ്റൊരു കാര്യം ഞാൻ പറയാം. 2 ന്യൂക്ലിയർ പവറുള്ള 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ സാഹചര്യത്തിലോട്ട് വന്നത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ്. എന്നിട്ട് പോലും ഗ്ലോബൽ മാർക്കറ്റിനെ ഇത് പിടിച്ച് കുലുക്കിയില്ല, ഇന്ത്യൻ മാർക്കറ്റിനെ പോലും കുലുക്കിയില്ല. അതെ അതെ തീർച്ചയായിട്ടും. ഇന്ത്യൻ മാർക്കറ്റിൽ വിചാരിച്ച എത്ര ബേരിഷ്നസ് ഒന്നും വന്നിട്ടില്ല. ആകെ എത്ര ശതമാനം വീണിരുന്നു? ഒരു 1.5%, 2%. ചെറിയൊരു ഇത് കേട്ടപ്പോൾ ചെറുതായിട്ട് വീണു. പിന്നെ മാർക്കറ്റ് അവിടെ പിടിച്ചു നിൽക്കുകയായിരുന്നു. വെള്ളിയാഴ്ചയൊക്കെ മാർക്കറ്റ് പിടിച്ചു നിന്നെന്ന് വെച്ചാൽ അത്ര കണ്ട് താങ്ങി നിർത്തുന്ന, ഞാൻ വീഴൂലടാ അത് ആ ലെവലിലേക്ക് വരുന്നു, പൊട്ടുന്നു, നമ്മളെ കാണിക്കുന്നു, പിന്നെ തിരിച്ചു പോകുന്നു അങ്ങോട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു തിങ്കളാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരത്തെ ആ ഒരു ക്രാഷ്, ഒരു വലിയൊരു മൂവ്മെന്റ് മാത്രമാണ് വാറുമായിട്ട് റിലേറ്റ് ചെയ്ത് മാർക്കറ്റിൽ വന്നുള്ളൂ. മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഗ്ലോബൽ മാർക്കറ്റ് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിനെ നിസാരവൽക്കരിച്ച് കളഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഒരു പാനിക് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഗ്ലോബൽ മാർക്കറ്റുകൾ മുൻകൂട്ടി കണ്ടതുപോലെയാണ്. പക്ഷെ ഓർക്കുന്നുണ്ടാവും, റഷ്യ ഉക്രൈൻ വാർ നടക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഇസ്രായേൽ ഗാസ ഇഷ്യൂ ഗ്ലോബൽ മാർക്കറ്റുകൾ മൊത്തം പേടിച്ചു, കറക്റ്റ് ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റ് വരെയും കറക്റ്റ് ചെയ്തു. അത്രയും പോലും റിയാക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിന് പോലും ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിൽ ഉണ്ടായിരുന്നില്ല. അത് ഗ്ലോബലി ഇന്ത്യക്ക് വില കൊടുക്കാത്തതാണോ അതോ പാകിസ്ഥാനെ ചെറുതായിട്ട് കാണുന്നതാണോ എന്നുള്ള ഞാനത് സുനിലെടുത്ത് കഴിഞ്ഞ പോഡ്കാസ്റ്റിലൂടെ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നതുകൊണ്ട് ബാക്കിയുള്ള ബിസിനസ്സുകൾ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ സുനിൽ പറഞ്ഞു, യുദ്ധം എന്ന് പറയുന്നത് വലിയ പ്രോബ്ലമാണ്. കാരണം പാകിസ്ഥാനെ നമുക്ക് ഒട്ടും ചെറുതായിട്ട് കാണാനായിട്ട് പറ്റില്ല. അവർ ന്യൂക്ലിയർ പവറുള്ള രാജ്യം തന്നെയാണ് എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം വന്നതുകൊണ്ട് മാത്രം ചൈനീസ് ഡിഫൻസ് സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് മുകളിൽ പോകുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കാണുന്ന ഏറ്റവും പോസിറ്റീവ് കാര്യം ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകൾ തിരിച്ചു കയറുന്നതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് വലിയ റിക്കവറിയാണ് നടത്തിയത്. എന്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരാണ് ആ സമയത്ത് 1200 റേഞ്ച് സംസാരിച്ചപ്പോൾ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതല്ല എന്ന് തന്നെയാണ് നമ്മൾ അന്നും പറഞ്ഞു വരുന്നത്. പക്ഷെ 1200-1000 റേഞ്ച് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് വാല്യൂ ഏരിയയാണ്. കാരണം അവർ ബൈബാക്ക് ചെയ്ത പ്രൈസ് 1200 യുദ്ധം വന്നു, ഡിഫൻസിൽ ഒരു പോസിറ്റിവിറ്റി വന്നു. ഇതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കോൺഫിഡൻറ്റോട് കൂടി ഇരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എക്സ്ട്രാ ക്വാണ്ടിറ്റീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ 400-500 റേഞ്ചിൽ വാങ്ങിയ ക്വാണ്ടിറ്റീസ് എല്ലാം ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് ബാക്കി സ്റ്റോക്കുകൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഷിപ്പ്യാർഡിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഡിഫൻസ് സെക്ടറുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇന്ത്യൻ ഡിഫൻസിന് ഭയങ്കരമായിട്ടുള്ള മൂർച്ചയുണ്ട്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള, തേജസ് ഉൾപ്പെടെയുള്ള എല്ലാ ഡിഫൻസ് ആയുധങ്ങൾക്കും ഗ്ലോബലി ഡിമാൻഡ് വരുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിന് വലിയ പോസിറ്റീവാണ്. ഇപ്പോൾ ബ്രഹ്മോസിൻ്റെ പുതിയ ലൈറ്റ് വെയ്റ്റ് ബ്രഹ്മോസ് മിസൈൽസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് വരുന്നുണ്ട്. ചെറിയ ഫ്ലൈറ്റുകളിൽ നിന്ന് പോലും Mark 4, Mark 5 സ്പീഡിൽ വിക്ഷേപിക്കാൻ പറ്റുന്ന ഹ്രസ്വദൂര ക്രൂസ് മിസൈലുകളാണ് ബ്രഹ്മോസ്. അപ്പോൾ ഈ ബ്രഹ്മോസിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞു. വളരെ താഴ്ന്ന് പറന്ന് ഏത് റഡാറിനെ പോലും കണ്ണ് വെട്ടിച്ച് കൃത്യം എയിമിൽ പ്രിസിഷനോട് കൂടി അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബ്രഹ്മോസിനെ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ബ്രഹ്മോസ് ചോദിച്ച് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കാണ് ബ്രഹ്മോസ് വിറ്റാൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത്. അപ്പോൾ ബ്രഹ്മോസ് HAL ഉൾപ്പെടെയുള്ള പല കമ്പനികളും ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനികളാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റിവിറ്റി നമ്മുടെ ഡിഫൻസ് സെക്ടറുകളിൽ നമുക്ക് കാണാൻ പറ്റേണ്ടതാണ്. അടുത്ത വർഷങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ ഡിഫൻസ് കാര്യങ്ങൾ കയറ്റി അയക്കാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ നിഫ്റ്റിയിലോട്ട് തിരിച്ച് നമ്മൾ ടെക്നിക്കലി സംസാരിക്കാനാണെങ്കിൽ നിഫ്റ്റിയുടെ റിക്കവറി ഒരു പ്രോപ്പർ ഹൈ സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞു. മാത്രമല്ല ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ട് കൂടി മൺഡേ മാർക്കറ്റ് തന്നു. ഈ പറയുന്ന 24,500 അല്ലെങ്കിൽ 24,580 റേഞ്ചിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഗ്രാജുവലി മാർക്കറ്റ് മുകളിലോട്ട് പോകും. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 57,000 വരെയെങ്കിലും ഒരു പോസിറ്റിവിറ്റി കാണും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാഗും ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് നിൽക്കുക. അപ്പോൾ ഒരു ഫ്ലാഗ് പാറ്റേൺ മേക്ക് ചെയ്യുകയാണോ എന്നാണ് നമുക്കിപ്പോൾ കറൻ്റ്ലി ഫീൽ ചെയ്യുക. ആ ലെവലിൽ നിന്ന് 56,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, തൊട്ട് മുമ്പുണ്ടാക്കിയ ഹൈ ബ്രേക്ക് ചെയ്യാൻ ബാങ്കിന് സാധിച്ചു കഴിഞ്ഞാൽ 57,000 മുതൽ 59,000 വരെയുള്ള റേഞ്ചുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി പോവും എന്ന് നമ്മൾ മനസ്സിലാക്കാം. 47,000 നിന്ന് 56,000, ഏകദേശം 9,000 പോയിൻറ്റിൻ്റെ റിക്കവറിയാണ് ബാങ്ക് നിഫ്റ്റി വരുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സെക്ടർ ഈസ് മെറ്റൽ. വലിയ ക്രാഷ് വന്ന മെറ്റൽ വളരെ പെട്ടെന്ന് തിരിച്ചു വന്നു.
ഗ്ലോബലി ഉള്ള നെഗറ്റിവിറ്റികളെല്ലാം വിത്തിൻ ഡേയ്സ് കൊണ്ട് മെറ്റൽ ഓവർകം ചെയ്ത് ഒരു സ്വിങ് ഹൈ എടുത്ത് അടുത്ത സ്വിങ് ഹൈയുടെ തൊട്ടടുത്താണ് മെറ്റൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ മെറ്റൽ ഒരു പക്ഷേ ഇനിയും പോസിറ്റീവ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ ഇനിയും റിപ്പോ റേറ്റ്സ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കുറച്ചുകൂടി സ്ട്രെങ്ത്ത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് അവസാന ബസ്സാണ്, എല്ലാം കൂടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. താഴത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് സെക്കൻഡ് റൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലൊരു സമയം കൂടിയാണ്. എല്ലാ ബെയറിഷ്നെസ്സും കഴിഞ്ഞ് താരിഫിൻ്റെ ഇഷ്യൂവിൽ വീണ്ടും ബെയറിഷ്നെസ് വന്ന് ആ സമയത്ത് ഞാൻ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യുദ്ധം വന്നപ്പോൾ വീണ്ടും താഴെ വരുന്നുള്ള ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് വളരെ സന്തോഷമുള്ള സമയമാണ്. മാർക്കറ്റ് തിരിച്ചു കയറി, യുദ്ധം വന്നതല്ല, മാർക്കറ്റ് തിരിച്ചു കയറി. പക്ഷേ ആ ഒരു ഡിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ ഒരുപാട് പേർക്ക് ആ ഒരു വിഷമമുണ്ട്. ഞാനെപ്പോഴും പറയുന്നത് ഇനി ഓപ്പർച്യൂണിറ്റീസ് വരും. നിങ്ങൾ ഫോം അടിച്ച് ഇപ്പം കയറേണ്ട ഒരാവശ്യമില്ല അല്ലേ, അതിനാണ് സുള്ളി കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. അത് പാർട്ട് ബൈ പാർട്ടായിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം മാർക്കറ്റ് അൾട്രാ ബുള്ളിഷിലൊന്നും പോകുന്ന മാർക്കറ്റൊന്നുമില്ല. സോ മാർക്കറ്റ് ഈസ് സ്റ്റിൽ ബുള്ളിഷ് എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് റൗണ്ട് ബൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് പേര് സ്വിംഗ് ട്രേഡേഴ്സൊക്കെ ചിലപ്പോൾ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ എത്രയൊക്കെ തിരിച്ചു വരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ മെയിൻ. അതായത് അവർ തിരിച്ചു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സെക്ടറിലും ഇപ്പോഴും സ്വിംഗ് ട്രേഡേഴ്സിന് തിരിച്ചു വരാറായിട്ടില്ല എന്നുള്ള. നമ്മൾ മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് എന്ന് സംസാരിക്കും. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ആ സെക്ടറിലെ മേജർ സ്റ്റോക്കുകളെല്ലാം 50-ഡേ മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണമെങ്കിൽ നമ്മൾ സ്വിംഗ് ചെയ്താൽ മതി. അത് അവിടെ എന്നാൽ ആ സെക്ടറിൽ മൊമെൻ്റം ഉള്ളൂ. അങ്ങനെ നമ്മളൊരു മൊമെൻ്റം നോക്കുകയാണെങ്കിൽ അത് ബാങ്കിലും ഫിനാൻസിലും ഉള്ളൂ. ഇപ്പോൾ മെറ്റലിലും ചെറുതായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സെക്ടറുകളിൽ മാത്രമാണ് ആ മൊമെൻ്റം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി 500 നോക്കുമ്പോൾ അത്രയും സ്ട്രെങ്ത്ത് നമുക്ക് എല്ലാ സെക്ടറിലും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോ സെക്ടറിലെയും ബ്രെഡ്ത്ത് നോക്കുക. അതായത് ആ സെക്ടറിലെ 60-70% സ്റ്റോക്കുകൾ 50-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണെങ്കിൽ ആ സെക്ടറിൽ ഒരു ബുള്ളിഷ്നെസ് ഉണ്ടാവും. ആ സെക്ടറിൽ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൊമെൻറ്റം ട്രേഡ്സ് ഐഡൻറ്റിഫൈ. മൊമെൻറ്റം ട്രേഡാണ് ആക്ച്വലി സ്വിംഗ് ട്രേഡ്. വാല്യൂ ഇൻവെസ്റ്റിംഗ് അല്ല ഈ പറയുന്ന സ്വിംഗ് ട്രേഡ് എന്ന് കൂടി മനസ്സിലാക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സഞ്ജു ടെക്കിയുടെ കേസാണ്. നമ്മളെ സിൽവിയനെ അമ്മച്ചിന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നും പറഞ്ഞാലും വിഷമമില്ല. ആക്ച്വലി മീൻസ് ഒരമ്മ ഒരു സ്ത്രീയുടെയൊക്കെ അങ്ങനെ വിളിച്ച് കളയാക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് അവന് സെയിം ഏജ് ആണെന്ന് തോന്നുന്നു. അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഞാൻ ബോഡി ഷേവിന് അവർ കേസ് കൊടുക്കും. അങ്ങനെ ആരും വിളിക്കരുത് സഞ്ജു. നമുക്ക് ഇൻസ്റ്റയിൽ ഒരു ചെറിയ വീഡിയോസ് അതിനുവേണ്ടി ചെയ്യാം. പക്ഷെ നമുക്ക് പറയാനുള്ളൊരു കാര്യം നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയണം എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു വീഡിയോന് റിയാക്ട് ചെയ്തത്. നമ്മുടെ പിയാനലിനെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിയാനൽസ് നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ലൈവിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലും ആണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിയാനൽസ് നമ്മൾ സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാറുണ്ട്. പ്ലസ് നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സർവീസ് നമ്മുടെ ഇന്ത്യൻ ആൽഗോ സർവീസാണ്. ഇന്ത്യൻ ആൽഗോൻ്റെ പിയാനൽസ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പബ്ലിക്കലി നമ്മൾ പിയാനൽസ് കൊടുക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് എൻക്വയറീസിലൊക്കെ നമ്മൾ നമ്മുടെ പിയാനൽസ് ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ ആൽഗോസിൻ്റെ പിയാനൽസും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ളൊരു ഇൻഡിക്കേറ്ററിൻ്റെ ആയിട്ട് വരുമ്പോൾ അതൊരു ഓപ്ഷൻ ബൈക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോക്ക് ഫോറക്സിനൊക്കെ ഇത്തരത്തിലൊരു ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ പറയുമ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് അതിൻ്റെ അടുത്ത് അട്രാക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് വളരെ പരസ്യമായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ മാപ്പ് പറയുന്ന ഒത്തിരി വീഡിയോസ് അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിലുണ്ട്. കാരണം ഗാംബ്ലിംഗ് ആണെന്നും ഉഡായിപ്പാണെന്നും അറിഞ്ഞുകൊണ്ട് റിപ്പീറ്റായിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഗാംബ്ലിംഗ് ആപ്പുകളിൽ നിന്ന് പൈസ വാങ്ങി വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വന്ന് ബോധോദയം ഞാൻ ഇനി മുതൽ ഗാംബ്ലിംഗ് പ്രൊമോട്ട് ചെയ്യില്ല, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയുകയും എന്നിട്ട് ട്രേഡിങ്ങിൽ ഗാംബ്ലിംഗ് ചെയ്യാനായിട്ട് ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ഇൻഡിക്കേറ്റർ
ഏത് ട്രെയിനറാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെങ്കിലും ഞാൻ ആ ട്രെയിനറിനെ കുറിച്ച് നോക്കുന്നുണ്ട്. ആ ട്രെയിനറിൻ്റെ കമ്പനി രജിസ്ട്രേഷൻ, ആ ട്രെയിനറിൻ്റെ ഡൊമെയിൻ, ഒരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ ഡൊമെയിൻ എന്നാണ് പർച്ചേസ് ചെയ്തത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനൊന്നും താല്പര്യമില്ല. പക്ഷെ നോക്കുന്ന സമയത്ത്, ജസ്റ്റ് നോക്കുന്ന സമയത്ത് പോലും ആ ഒരു വെബ്സൈറ്റ് പോലും, ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ വെബ്സൈറ്റ് ഹോസ്റ്റ് ആയിരിക്കുന്ന പോലും 2025 ഫെബ്രുവരിയിൽ മാത്രമാണ്. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വളരെ പ്ലാൻഡായിട്ട് കമ്മീഷൻ ബേസിൽ, എന്തായാലും അതിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സഞ്ജു ടെക്കിക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവുമല്ലോ, കമ്മീഷൻ ബേസിലാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ പോയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്, ഇദ്ദേഹം ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷൻ സൈസിങ് ആണ് അദ്ദേഹം സംസാരിക്കേണ്ടത്, അതിൻ്റെ ഡ്രോ ഡൗണെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കേണ്ടത്. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഞാൻ വായിക്കുന്ന സമയത്ത് ഇതൊരു സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് മെത്തേഡാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ആ വെബ്സൈറ്റിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഇത് ഒരു മാസം നിങ്ങൾ വാച്ച് ചെയ്യുന്നതാണ്. പക്ഷേ സഞ്ജു ടെക്കി അങ്ങനെയല്ലല്ലോ പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ഇത് തന്നെ ഉപയോഗിച്ച് ഒന്നും പഠിക്കാതെ, പ്രൈസ് ആക്ഷനോ മാർക്കറ്റിൻ്റെ ഒന്നും പഠിക്കാതെ ഇത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നത് ഒരു മാസമെങ്കിലും ഇത് മോണിറ്റർ ചെയ്യുന്നതാണ്. ഇത് രണ്ട് കാര്യമാണ് രണ്ടാമത്തെ കേസ്. ഇനിയും ഇതിൻ്റെ പൊസിഷൻ സൈസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പഠിപ്പിക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. നമ്മൾ അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സഞ്ജു ടെക്കിയെ പോലുള്ള ആളുകൾ മാർക്കറ്റിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, മാർക്കറ്റിൻ്റെ പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്, ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ലോജിക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായേനെ. എന്നാൽ ഇദ്ദേഹം ചെയ്ത് അങ്ങനെയൊന്നുമല്ല. ചുമ്മാ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ടുവന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ട്രേഡ് ചെയ്തു, എനിക്ക് ആകെ ഒരു മാസം എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം ഒരാഴ്ചത്തെ PNL, അദ്ദേഹം ഒരാഴ്ച ട്രേഡ് ചെയ്ത് PNL കാണിക്കുകയൊക്കെ ചെയ്തു. ദാറ്റ്സ് വെരി ഗുഡ്. അദ്ദേഹം ആണ് അത് ട്രേഡ് ചെയ്തതെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അതോ അദ്ദേഹത്തിന് വേണ്ടി വേറെ ആരെങ്കിലും ട്രേഡ് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും നമ്മുടെ പ്രസക്തമായിട്ടുള്ള കാര്യമേ അല്ല. ഇതുപോലെ എന്ത് റിസ്ക്കാണ് അദ്ദേഹം ഒരു ട്രേഡിൽ എടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്താണ്, അതിൻ്റെ പൊസിഷൻ സൈസ് എത്രയാണ്, അതിൻ്റെ ഡ്രോ ഡൗൺ എത്രയാണ്, അതിൻ്റെ ബാക്ക് ടെസ്റ്റഡ് ഡാറ്റ എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്. അത്തരത്തിലുള്ള വീഡിയോ ചെയ്ത് അദ്ദേഹം ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് വെറും മറ്റൊരു ഗ്യാമ്പിളിങ് മാത്രമാണ്. എല്ലാവരോടും ഗ്യാമ്പിളിങ് പ്രൊമോട്ട് ചെയ്തതിന് മാപ്പ് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തത് വീണ്ടും ആളുകളെ ലീഗൽ ചെയ്ത് ഗാംബ്ലിങ് ചെയ്യുക എന്നുള്ള കാര്യത്തിലോട്ട് തന്നെയാണ് തള്ളിവിടുന്നത്. അത് ഒരിക്കലും നമ്മളെപ്പോലെയുള്ള ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ പുതിയതായിട്ട് വരുന്ന ഒരാൾക്കാർക്ക് ഇതിന് എന്തൊക്കെ കാണിച്ചാലും അദ്ദേഹം പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന സ്ക്രീൻഷോട്ട്സ് കണ്ട് മാത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ PNLs ഷെയർ ചെയ്താൽ പോലും നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പറയുന്നത് പ്രോപ്പറായിട്ട് അദ്ദേഹം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അദ്ദേഹം അത്തരത്തിൽ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ പ്രോപ്പ് ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റെല്ലാവർക്കും അറിയാം എന്താണ് പ്രോപ്പ് ട്രേഡിംഗ് എന്നറിയാം. അതായത് ചെറിയ ക്യാപിറ്റലിന് വളരെ സക്സസ്ഫുള്ളി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന സംഭവമാണ് ഈ പറഞ്ഞ പ്രോപ്പ് ട്രേഡിംഗ്. അപ്പോൾ ഇപ്പോൾ ഒരു 10 lakh ഉള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് 1 CR വരെ, അല്ലെങ്കിൽ 20 lakhs ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് 1 CR വരെ ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഷെയർ വ്യവസ്ഥയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രോപ്പ് ട്രേഡിംഗ് ഫേംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളാണ് അത്തരത്തിലുള്ളൊരു പ്രോപ്പ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആലുവ അടുത്തുള്ള മുട്ടത്ത് നമ്മൾ പുതിയ ഓഫീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സഞ്ജു ടെക്കിക്ക് നമ്മൾ അത്തരത്തിലുള്ളൊരു അവസരം കൊടുക്കാൻ പോലും തയ്യാറാണ്. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഒരു 3 മാസം കൃത്യമായിട്ട് ട്രേഡ് ചെയ്ത് അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയ ലാർജ് സ്കെയിലിൽ പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് 1 CR വരെ, 1 കോടി രൂപ വരെ ട്രേഡിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. സോ സഞ്ജു ടെക്കിക്ക് മാത്രമല്ല, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഏതൊരു ട്രേഡറിനും ഈ രീതിയിൽ ക്യാപിറ്റൽ കൊടുക്കാം. അപ്പോൾ എന്തിനാണ് അങ്ങനെ ക്യാപിറ്റൽ കൊടുക്കുന്നത്, നിങ്ങൾക്ക് തന്നെ ട്രേഡ് ചെയ്താൽ മതി എന്നാണ് സഞ്ജു ടെക്കി അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ ചോദിക്കുന്നതെങ്കിൽ, ഒരാൾക്ക് ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് സ്കെയിൽ ചെയ്യുന്നതിന് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനുള്ള ലിക്വിഡിറ്റിയൊക്കെ നമ്മുടെ മാർക്കറ്റിലുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിളായിട്ട് നല്ല രീതിയിൽ, ഇപ്പോൾ സഞ്ജു ടെക്കിയെ പോലെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള നല്ല ട്രേഡേഴ്സിനെ നമ്മുടെ പ്രോപ്പിൽ കിട്ടുക എന്നുള്ളത് നമ്മുടെ കൂടി ഗ്രോത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വളരെ ഓപ്പണായിട്ട് എല്ലാ ആളുകൾക്കും ഇത് അപ്ലൈ ചെയ്യാം. ഒരു 3 to 6 month PNL കൃത്യമായിട്ട് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് ആർക്കും നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന up to 1 CR അതിനേക്കാൾ കൂടുതലോ നമുക്ക് ട്രേഡ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും.
കൂടുതൽ സിസ്റ്റമാറ്റിക് അദ്ദേഹത്തിൻ്റെ പോലുള്ള സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ടൂൾസ് ഉപയോഗിച്ച് സിസ്റ്റമാറ്റിക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഡ്രോ ഡൗണും പൊസിഷൻ സൈസും അങ്ങനെയുള്ളൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം ഉള്ള ലോസിന് ലിമിറ്റ് ഉണ്ടാകണം, ഒരു ട്രേഡിലുള്ള ലോസിന് ലിമിറ്റ് ഉണ്ടാകണം, ഇതിനൊക്കെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ട്രേഡ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ട്രേഡ് ചെയ്യുന്ന ആർക്കും ട്രേഡ് ടോക്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പ്രോപ്പ് ട്രേഡിങ്ങിലോട്ട് വരാം. കേരളത്തിലും അത്തരത്തിലുള്ള കൾച്ചർ വരുന്നത് ഇവിടുത്തെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി അടിപൊളിയാകാനായിട്ട് ഉപകരിക്കും. പിന്നെ ഒറ്റ പ്രോബ്ലം ഉള്ളത്, ഈ പ്രോപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോപ്പിൻ്റെ ഓഫീസിൽ വന്നിരുന്ന് ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് വരാനായിട്ട് സാധിക്കില്ല. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുക്കാം, കാരണം അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു പ്രോബ്ലം ഉണ്ടല്ലോ. ട്രെയിനിലും വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആർക്കും പ്രോപ്പിൽ അപ്ലൈ ചെയ്യാം. ഇതാണ് പ്രോപ്പിൻ്റെ കണ്ടീഷൻസ്. കൂടുതൽ കണ്ടീഷൻസ് അറിയാനായിട്ട് ട്രേഡ് ടോക്സിൻ്റെ ടീമുമായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി. സഞ്ജുട്ടയ്ക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രോപ്പിനെ കുറിച്ച് ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു. മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക, ധൈര്യമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ട്രേഡ് ടോക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രേഡിംഗ് കോഴ്സിൻ്റെ കാര്യമാണ്. നമ്മൾ ഇവിടെ ഓപ്ഷൻ ബൈയോ ഒന്നുമല്ല നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈ ചെയ്യണ ആളുകളിവിടെ ചെയ്യുന്നുണ്ടാകും, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ട്രേഡിംഗ് ഒരു സ്കില്ലായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ 2 മാസം നമ്മൾ ചെയ്യുന്നത് 500 രൂപ മാത്രം ഉപയോഗിച്ച് ഒരു ക്വാണ്ടിറ്റിയിൽ സ്വന്തമായിട്ട് ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ട്യൂട്ടേഴ്സിൻ്റെ കൂടെ ലൈവായിട്ടിരുന്ന് ട്രേഡ്സ് എങ്ങനെ എടുക്കാം, ട്രേഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ പൊസിഷൻ സൈസ് സെറ്റ് ചെയ്യാം, അതിൻ്റെ ജേണൽസ് എങ്ങനെ എഴുതാം, അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടമ്മമാരുടെ ഒരു ആഡ്, നമ്മളത് ചെയ്ത ആഡാണ്, പക്ഷേ അവിടെ നമ്മൾ അവരെ കൂടുതലായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ആ വീട്ടമ്മമാർ വീടുകളിലിരുന്ന് ചുമ്മാ ഇരിക്കുന്നതിന് പകരം ഫിനാൻസ് കാര്യങ്ങൾ നോക്കി സ്വിംഗ് ട്രേഡുകളും ഇക്വിറ്റിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അത് തന്നെയാണല്ലോ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും. അല്ലാതെ അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് അവിടെയുള്ള ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരെ അറിയിക്കണമല്ലോ, എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. പല സ്കില്ലെന്ന് പറയുന്നത് പലർക്കും പെട്ടെന്ന് അക്യൂർ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺ ചെയ്യാം. ഇത്തരത്തിലുള്ള ടിപ്സ് കിട്ടുന്ന ടൂളുകൾ ഇതെല്ലാം വിൽക്കുന്നത് ലീഗലി തന്നെ സെബി ബാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത്തരം പ്രോഫിറ്റ്സ് കിട്ടി എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പോലും പാടില്ല എന്നുള്ളതും സെബിയുടെ പുതിയ റൂളുകളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ലീഗലി കൂടി തെറ്റാണ് എന്നുകൂടി മനസ്സിലാക്കുക. എത്ര കാശ് കിട്ടിയാലും എത്രയോ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോംസ്, എത്രയോ ഫോറക്സ് പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ പരസ്യങ്ങൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ട്രേഡ് ടോക്സിനെ പല സമയത്തും സമീപിച്ചിട്ടുണ്ട്. നമുക്കും വേണമെങ്കിൽ കാശ് മേടിച്ച് ഇത്തരത്തിലുള്ള ഗാംബ്ലിംഗ് ആപ്പുകൾക്കിടെയൊക്കെ പരസ്യങ്ങൾ ചെയ്യായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതിൻ്റെ കാര്യമാണ്. അത് നമുക്ക് മറ്റുള്ളവരോട് ഉള്ള പ്രതിബദ്ധത കൂടിയാണ് എന്ന് സഞ്ജുട്ടേക്ക് പോലെയുള്ളവർ മനസ്സിലാക്കുക എന്നുകൂടി പറയുന്നു. സോ മാർക്കറ്റ് ഈ വീക്ക് മൺഡേ നല്ലൊരു തുടക്കം തന്നെയാണ് തന്നത്. ഇന്നുമായിട്ട് ചെറിയൊരു സൈഡ് വേസ് തന്നെയാണ്. സോ ഐ എം എക്സ്പെക്ടിങ് കുറച്ചൊക്കെ തിരിച്ചു എൻ്റെ ഇപ്പം നമ്മൾ വീഡിയോ തീരുന്ന സമയമായപ്പോഴേക്കൊന്ന് റിക്കവർ ചെയ്ത് ഒരു 100 പോയിന്റിൻ്റെ അടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത സ്ഥലത്തെങ്കിലും എത്തിയിട്ടുണ്ട്, നിയർലി അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല, ആ ഭാഗത്ത് തന്നെ നിൽക്കുകയാണ്. ഒത്തിരി ഷോർട്ട്സ് കവർ ചെയ്യാനുണ്ട് മാർക്കറ്റിന്. 25,400 25,300 റേഞ്ച് വരെയൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് കണ്ടാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. കോൺഫിഡൻസ് ആയിരിക്കുക, സെക്കൻഡ് റൗണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.